ഹലോ എവ്രി വൺ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് യൂട്ടിലിറ്റി എന്നുള്ളതാണ്. ഇക്കണോമിക്സ് പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം. അതല്ലാത്തവർക്ക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ടേമിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ ഇക്കണോമിക്സിൽ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുമ്പോഴാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ആണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ പണി എന്താ? സാധനങ്ങൾ വാങ്ങിക്കുക അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൺസ്യൂമറായി. അപ്പം എന്തിനാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാണ്ട് ഉണ്ട്. ഈ നീഡും വാണ്ടും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പം എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ഒരു നീഡ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിക്കുവാണ്. അപ്പം എൻ്റെ വിശപ്പ് മാറുന്ന സാധനമല്ലേ ഞാനപ്പോൾ വാങ്ങിക്കുന്നത്. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ പോയൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പം എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിക്കുന്ന ആ സാധനത്തിന് എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം യൂട്ടിലിറ്റി എന്നൊരു ടേമിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. ആരുടെ പവറാണ്? ആ കമോഡിറ്റിയുടെ പവറാണ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ഒരു പവറാണ്. എന്താണ് ആ സാധനത്തിലുള്ള പവർ? നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പവർ. എനിക്ക് വിശക്കുമ്പം ആ വിശപ്പ് എന്നുള്ളൊരു സാധനം എന്നെ അതിന് മാറ്റാനുള്ള അതിനുള്ള ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു പുതിയൊരു ഫംഗ്ഷന് പോകണം. അപ്പം എൻ്റെ ആവശ്യം എന്താ? അവിടെ എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണം. അപ്പം ഞാൻ പോയി ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്ത് ചെയ്യണം? ഡ്രസ്സ് പോയി വാങ്ങിക്കണം. അപ്പം ബിരിയാണിക്ക് എൻ്റെ ആ പറഞ്ഞ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള യൂട്ടിലിറ്റി അപ്പം ഇല്ല. പക്ഷെ അതിന് വേറൊരു കാര്യത്തിലുള്ള യൂട്ടിലിറ്റി ഉണ്ട്. എനിക്ക് വിശക്കുമ്പോൾ അതിന് എൻ്റെ വിശപ്പ് മാറ്റാനുള്ള യൂട്ടിലിറ്റി അതിനുണ്ടല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലായിരിക്കും നമുക്ക് ഓരോ കമോഡിറ്റിയുടെയും യൂട്ടിലിറ്റി വരുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു കമോഡിറ്റിക്ക് നമുക്ക് യൂട്ടിലിറ്റി വരില്ല. നമ്മുടെ നീഡിനനുസരിച്ചിട്ടാണ് യൂട്ടിലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ വേറെ ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കറൻ്റ്ലി എൻ്റെ നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ കമോഡിറ്റിയെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ കമോഡിറ്റിക്ക് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. ഇപ്പം യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ്. ഒരു കൺസ്യൂമറിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഓഫ് എ കമോഡിറ്റി. ഒരു കമോഡിറ്റിക്ക് നമ്മുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഇരിക്കുവാണ്. ഇനി ആ യൂട്ടിലിറ്റിക്ക് ചില ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ദ മോർ ദ നീഡ് ഓഫ് എ കമോഡിറ്റി, നമുക്ക് ആ കമോഡിറ്റി കിട്ടാനുള്ള ആവശ്യം എത്രയും കൂടുതലാണോ അത്രയും ആയിരിക്കും നമുക്ക് യൂട്ടിലിറ്റി ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടാനുള്ള ഡിസയർ എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം എത്രയും കൂടുതലാണോ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അതിനുള്ള നീഡ് എത്രയാണോ, നമുക്ക് അതിൻ്റെ ആവശ്യം എത്രയാണോ, ആഗ്രഹം എത്രയാണോ. നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. എന്നാൽ നമുക്ക് ആഗ്രഹം, രണ്ട് വ്യത്യാസമാണ് നീഡ് ആൻഡ് ഡിസയർ എന്ന് പറയുന്നത്. നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ നമുക്ക് പറ്റില്ല, അതാണ് നീഡ് എന്ന് പറയുന്നത്. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നെസസിറ്റീസ് അല്ല വരുന്നത്. നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ഡിസയർ എന്ന് പറയുന്നത്. അപ്പം രണ്ടായി കഴിഞ്ഞാൽ നീഡായാലും ഡിസയർ ആയാലും അത് എത്ര സ്ട്രോങ്ങർ ആണ് അതിനനുസരിച്ച് യൂട്ടിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അത്രയും ആവശ്യമുള്ള സമയത്ത് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. നല്ലപോലെ വിശന്നിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ ഫുഡിനുള്ള ആ നമ്മൾ വാങ്ങിക്കുന്ന നമ്മൾ കഴിക്കുന്ന എന്താണോ അതിന് നമുക്ക് തരാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. അപ്പം നമുക്ക് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്ന പേര് യൂട്ടിലിറ്റിയാണ്. അപ്പം നമുക്ക് പറയാം യൂട്ടിലിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി കൂടിയത്? നമ്മുടെ നീഡ് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ കൂടുതലായിരുന്നു. സെയിം കമോഡിറ്റി നമ്മുടെ നീഡ് കുറവായിരിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫുഡ് ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല അല്ലേ. വിശന്നിരിക്കുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, വിശന്നിരിക്കുമ്പോൾ ഇന്നൊരു സാധനത്തിന് നല്ല ടേസ്റ്റാണ്. അത് തന്നെയാണ്, നമുക്ക് വിശന്നിരിക്കുമ്പം നമ്മുടെ ആഗ്രഹം അത്രയും കൂടുതലായിരിക്കുമ്പോൾ നമുക്ക് ആ കമോഡിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഹൈ ആയിരിക്കും. എന്നാൽ നമ്മുടെ ഡിസയർ കുറവാണ്, നീഡ് കുറവാണെന്ന് പറയുകയാണെങ്കിൽ ആ കമോഡിറ്റിയിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അതും കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂട്ടിലിറ്റി ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദ മോർ ദ ഡിസയർ ഓർ ദ മോർ ദ നീഡ്, ദ മോർ വിൽ ബി ദ യൂട്ടിലിറ്റി.
നെക്സ്റ്റ് ഒരു കാര്യം നമുക്ക് നോക്കാം. യൂട്ടിലിറ്റി സബ്ജക്റ്റീവ്. യൂട്ടിലിറ്റി സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, അതിനാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം എന്തിൻ്റെ ബേസിലാണ് യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത്? പല രീതിയിൽ യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് യൂട്ടിലിറ്റി മാറി അല്ലേ. അതേപോലെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനനുസരിച്ച് സബ്ജക്റ്റിനനുസരിച്ച് യൂട്ടിലിറ്റി മാറും. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലിനെയാണ്. ആരാണോ അത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമറിനനുസരിച്ച് യൂട്ടിലിറ്റി മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ കൺസ്യൂമർ മാത്രമേ ഇവിടെ മാറിയുള്ളൂ, സബ്ജക്റ്റ് മാത്രമേ മാറിയുള്ളൂ, പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൊമോഡിറ്റി മാറിയില്ല. രണ്ടും സെയിം സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ രണ്ടുപേരും നല്ലപോലെ വിശന്നിരിക്കുവാണ്. പക്ഷേ ഒന്നാമത്തെ ആൾ കഴിച്ചത് ബിരിയാണിയാണ്, രണ്ടാമത്തെ ആൾ കഴിച്ചത് കഞ്ഞിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് ഇഷ്ടം കഞ്ഞിയായിരുന്നു, രണ്ടാമത്തെ ആൾക്ക് ഇഷ്ടം ബിരിയാണിയായിരുന്നു. നമ്മൾ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് അതായിരുന്നു വേണ്ടത്, ഇവൻ ഇതായിരുന്നു വേണ്ടത്. അതിന് നമ്മൾ അത് മാച്ച് ദ ഫോളോയിങ് പോലെ മാറ്റി കൊടുത്തു. ആർക്കാണ് എന്താണ് ആവശ്യമുള്ളത് അവർക്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലായിരിക്കില്ലേ. അപ്പൊ ഇവിടെ എന്താ മാറിയത്? എന്താണ്? ആ പേഴ്സൺ ആണ് മാറിയത്. ഇന്ന പേഴ്സണിന് ഇന്ന സാധനമാണ് വേണ്ടത് അല്ലേ. ഇപ്പൊ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഗെറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി ഫ്രം സെയിം കൊമോഡിറ്റി. ബിരിയാണി നമുക്ക് ഇയാൾക്ക് കൊടുത്തപ്പം അയാൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, മറ്റേയാൾക്ക് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അയാൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ അവിടെ എന്താണ് മാറിയത്? പേഴ്സൺ ആണ് മാറിയത്. കൊമോഡിറ്റി സെയിം ആയിരുന്നു. സെയിം കൊമോഡിറ്റി ഡിഫറെന്റ് പേഴ്സൺസിന് കിട്ടുന്ന ഡിഫറെന്റ് യൂട്ടിലിറ്റീസ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി, the more the desire, the more the need, utility will be greater. ഇതിന്റെ ഓപ്പോസിറ്റും പറയാം. less the need, less the desire, utility is weaker എന്ന് പറയാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി is less എന്ന് പറയാം. രണ്ടാമത്തെ ഒരു ഫീച്ചർ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി സബ്ജക്റ്റീവ്. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഗെറ്റ് ഡിഫറെന്റ് യൂട്ടിലിറ്റി ഫ്രം സെയിം കൊമോഡിറ്റി. സെയിം കൊമോഡിറ്റിയിൽ നിന്ന് ഡിഫറെന്റ് പേഴ്സൺസിന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്തൊരു ഫീച്ചർ നോക്കാം. യൂട്ടിലിറ്റി ദാറ്റ് വൺ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഫ്രം ദ കൊമോഡിറ്റി ക്യാൻ ചേഞ്ച് ഇൻ പ്ലേസ് ആൻഡ് ടൈം. ഒരേ പേഴ്സൺ, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? പേഴ്സണെ മാറ്റി നോക്കി അല്ലെ. കൊമോഡിറ്റി സെയിം വെച്ചു, പേഴ്സണെ മാറ്റി നോക്കിയപ്പം യൂട്ടിലിറ്റി മാറുന്നുണ്ട്. ഇനി നമ്മൾ സെയിം പേഴ്സണെ വെച്ചു, സെയിം കൊമോഡിറ്റിയും വെച്ചു, നമ്മൾ മാറ്റിയത് എന്താണ്? പ്ലേസ് ആൻഡ് ടൈം. പ്ലേസ് ആൻഡ് ടൈം മാറ്റി നോക്കിയപ്പം അവിടെ യൂട്ടിലിറ്റി മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു പ്ലേസിലിരിക്കുവാണ്. പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലൊക്കേഷൻ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലിരിക്കുവാണ്. ഇപ്പോൾ ഒരു പേഴ്സൺ നമ്മൾ കേരളത്തിലിരിക്കുന്ന സമയത്ത് നല്ല ചൂട് കാലത്താണ് ഇരിക്കുന്നത്. എന്തായാലും ഏത് കാലത്തായി കഴിഞ്ഞാലും കേരളത്തിലിരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു ഐസ്ക്രീം കിട്ടുമ്പം നല്ല സാറ്റിസ്ഫൈ, അയാൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പം ഐസ്ക്രീം കിട്ടുമ്പം അയാൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഈ സെയിം പേഴ്സണെ നമ്മൾ എന്ത് ചെയ്തു? അന്റാർട്ടിക്കയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അയാൾക്ക് ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തണുപ്പ് കാരണം അയാൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അയാൾക്ക് അപ്പോൾ ഒരു ചൂടുള്ള കാപ്പി കിട്ടിക്കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവാം? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ സെയിം പേഴ്സൺ ആണ് ഇവിടെ, സെയിം കൊമോഡിറ്റി ആണ്, പക്ഷെ എന്ത് ചെയ്തു? പ്ലേസ് മാറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അയാളുടെ യൂട്ടിലിറ്റി മാറി, സാറ്റിസ്ഫാക്ഷൻ മാറി. ഇപ്പൊ പ്ലേസ് മാറുമ്പോൾ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ മാറുന്നുണ്ട്, മനസ്സിലായി. അടുത്തത് ടൈം മാറുമ്പം, ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം പീരീഡ് ആണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത് ആവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസംബർ മന്തിലുള്ള ക്ലൈമറ്റും അതേപോലെ തന്നെ സെയിം പ്ലേസിലായി കഴിഞ്ഞാൽ ഡിസംബർ മന്തിലെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, മാർച്ചിലെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. മാർച്ചിൽ നമുക്കൊരു ഐസ്ക്രീം കഴിക്കുമ്പോൾ സെയിം സാറ്റിസ്ഫാക്ഷൻ ഡിസംബറിൽ കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ മാറിയിരിക്കുന്ന ടൈമാണ്. അപ്പം നെക്സ്റ്റ് കഴിഞ്ഞ പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെയിം പേഴ്സൺ പക്ഷെ സെയിം കമോഡിറ്റി, പക്ഷെ പേഴ്സൺ മാറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യൂട്ടിലിറ്റി മാറി. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പേഴ്സണും സെയിം ആണ്, കൊമോഡിറ്റിയും സെയിം ആണ്. എന്താണ് ഇവിടെ മാറിയത്? പ്ലേസ് ആൻഡ് ടൈം. അപ്പൊ നെക്സ്റ്റ് യൂട്ടിലിറ്റിയുടെ നെക്സ്റ്റ് ഫീച്ചർ എന്താണ്? യൂട്ടിലിറ്റി ദാറ്റ് വൺ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഫ്രം ദ കൊമോഡിറ്റി ക്യാൻ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ പ്ലേസ് ആൻഡ് ടൈം. പ്ലേസ് ആൻഡ് ടൈം മാറുന്നതിനനുസരിച്ച് ഒരു കൊമോഡിറ്റിയുടെ യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കും. സെയിം പേഴ്സൺ സെയിം കൊമോഡിറ്റി ആണെങ്കിലും. യൂട്ടിലിറ്റിക്ക് മെയിൻ ആയിട്ട് നമ്മൾ 4 ഫീച്ചേഴ്സ് പഠിച്ചു. യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കൊമോഡിറ്റി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി, ദ മോർ ദ ഡിസയർ ദ മോർ വിൽ ബി ദ യൂട്ടിലിറ്റി. നെക്സ്റ്റ് യൂട്ടിലിറ്റി സബ്ജക്റ്റീവ്.
ഒരു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ ഗെറ്റ് ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി ഫ്രം സെയിം കമ്മോഡിറ്റി. നെക്സ്റ്റ്, സെയിം പേഴ്സൺ സെയിം കമ്മോഡിറ്റി ബട്ട് ഡിഫറെൻറ്റ് യൂട്ടിലിറ്റി ഇൻ ഡിഫറെൻറ്റ് ടൈം ആൻഡ് പ്ലേസ്. അപ്പം ഇത്രയാണ് യൂട്ടിലിറ്റിയുടെ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് യൂട്ടിലിറ്റി. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു യൂട്ടിലിറ്റി കൂടുന്നു കുറയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ യൂട്ടിലിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്ടിലിറ്റി ആദ്യം അളന്ന് നോക്കണം അല്ലേ. അപ്പോൾ യൂട്ടിലിറ്റി അളന്ന് നോക്കിയാലേ ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെ നമ്മൾ യൂട്ടിലിറ്റി അളന്ന് നോക്കും? ഇതിന് നമുക്ക് എക്കണോമിക്സിൽ 2 അനാലിസിസ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ അനാലിസിസ് മെത്തേഡിനെ പറയുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാർഡിനൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി നമ്മൾ നമ്പറിൽ പറയാം. അപ്പം നമ്പേഴ്സ് ആയിട്ട് യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് is the analysis of utility where we express utility in numbers. ഇപ്പം നോർമലി ജനറലി നമ്മൾ ഏതെങ്കിലും ആളിങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ പറയാണ് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ വാവ് എനിക്കൊരു 10 യൂട്ടിലിറ്റി കിട്ടി എന്ന് ഏതെങ്കിലും ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ നമ്മൾ എക്കണോമിക്സിൽ അത് പറയും. എക്കണോമിക്സിൽ നമ്മൾ ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി തിയറി ഉണ്ട്. പക്ഷെ ഇതൊരു അസംഷനാണ്. നമുക്ക് ഒരിക്കലും അതങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളതിന് അനാലിസിസ് പേർപ്പസിന് വേണ്ടി ഒരു നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കാരണം കൊണ്ട് മാത്രം യൂട്ടിലിറ്റി എന്തായി കാണിക്കുവാണ്? നമ്പറായിട്ട് കാണിക്കുവാണ്. അപ്പം ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇസ് എൻ അസംഷൻ ബേസ്ഡ് അനാലിസിസ് ഇൻ വിച്ച് വി അസ്യൂം ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ്. അപ്പം നമ്പേഴ്സ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വി ക്യാൻ മെഷർ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എ ഷർട്ട്. ഒരു ഷർട്ട് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ചപ്പോൾ നമുക്ക് കുറച്ച് യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ യൂട്ടിലിറ്റി കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മെഷർ ചെയ്തിട്ട് നമ്മൾ പറയാണ് ദിസ് ഷർട്ട് ഗിവ്സ് മീ 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി. മെഷർ ചെയ്തിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഈ ഷർട്ട് വാങ്ങിച്ചപ്പം ഒരു 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി കിട്ടി എന്ന് ഞാൻ പറയുവാണെങ്കിൽ അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഒരു അസംഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തിനാണ് നമ്മൾ എക്കണോമിക്സിൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലേ? അപ്പോൾ എക്കണോമിക്സിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുന്നത് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ കൺസ്യൂമർ ആയിട്ടിരിക്കുമ്പോഴേക്കുന്ന ബിഹേവിയർ നമുക്ക് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്കത് അനലൈസ് ചെയ്യണം. അപ്പം അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമുക്ക് ഡാറ്റ വേണം അല്ലേ. ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പം അങ്ങനെ ഡാറ്റയുടെ ബേസിൽ നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മളൊരു അസംഷൻ ബേസ്ഡ് ഒരു തിയറി ഉണ്ടാക്കിയതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ പറഞ്ഞു നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫേർദർ സ്റ്റെപ്പിൽ പറഞ്ഞിട്ട് നമുക്ക് യൂട്ടിലിറ്റി നമ്പറിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കുറച്ചധികം സാധനങ്ങൾ ക്വാണ്ടിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എല്ലാത്തിനും കിട്ടിയ യൂട്ടിലിറ്റിയെ കൊണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി നമ്മൾ യൂട്ടിലിറ്റിയുടെ കാര്യം പറയുമ്പം നമ്മൾ പറയും യൂട്ടിലിറ്റീസ് ഡിമിനിഷിംഗ് എന്ന് പറയും. ഓരോ സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. രണ്ടാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒന്നാമത്തിന് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ഓൾറെഡി നമ്മൾ കഴിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ എത്തുമ്പം പിന്നെയും കുറയും അല്ലേ. ലാസ്റ്റ് ഒരു 5-6 ഐസ്ക്രീം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി എനിക്ക് വേണ്ട അല്ലേ. ഇങ്ങനൊരു സ്റ്റേജ് എത്തും. ഇത് നമുക്ക് നോർമലി അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എക്കണോമിക്സിൽ അത് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്കത് നമ്പർ വെച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊരു വേഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതിലും നല്ല നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ബേസിൽ നമ്മൾ പറയും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് യൂട്ടിലിറ്റി കുറയും, അല്ലെങ്കിൽ അവസാനം എത്തുമ്പോൾ അയാൾക്ക് യൂട്ടിലിറ്റിയെ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്പറിൽ എക്സ്പ്രസ് ചെയ്ത് ഫാക്റ്റായി കാണിക്കാൻ പറ്റും. അതിൻ്റെ ബേസിൽ നമുക്ക് കുറേ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞ കുറേ തിയറീസ് ഒക്കെ ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി പേർപ്പസിനാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അസംഷൻ ആണെന്നറിയാം. ഇതല്ലാതെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വാങ്ങിക്കുന്ന സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ പറയുന്നത് കമ്പയർ ചെയ്തിട്ടാണ്.
ഇപ്പോൾ ഓർഡർ ആയിട്ടാണ് പറയുന്നത്. ഇന്ന ഓർഡറിൽ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഇത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു, രണ്ടാമത് ഇത് ഇഷ്ടപ്പെട്ടു, മൂന്നാമത് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ നമുക്ക് ഓർഡറിൽ പറയാൻ അത് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് കുറേ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യും അല്ലേ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളോട് ബാക്കിയുള്ളത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഇഷ്ടം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് സെലക്ട് ചെയ്യും, പിന്നെ തേർഡ് സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഓർഡറിൽ സെലക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ യൂട്ടിലിറ്റിയുടെ ബേസിലല്ലേ നിങ്ങൾ സെലക്ട് ചെയ്തത്. ആക്ച്വലി ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് കഴിക്കുമ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതിനാണ് നമ്മൾ അതിനെന്ത് പറഞ്ഞത്, ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ലാംഗ്വേജ് നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഓർഡറിൽ സെലക്ട് ചെയ്യാൻ പറ്റി. ഇതാണ് ഓർഡിനൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓർഡിനൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു അസംഷൻ അല്ല. It does not measure utility number. നമ്മൾ നമ്പറിൽ മെഷർ ചെയ്യുന്നില്ല. Though a person often ranks various consumption bundles. റാങ്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ റാങ്ക് ചെയ്യുന്നത്, 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതാണ് ഇഷ്ടം, രണ്ടാമത് ഇതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ നമ്മൾ യൂട്ടിലിറ്റി റാങ്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ നോർമലി കൺസംഷൻ ബണ്ടിൽസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഒരു കമ്മോഡിറ്റി അല്ല ഈ അനാലിസിസ് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഒരു കമ്മോഡിറ്റി വെച്ച് സ്റ്റഡി ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കൺസംഷൻ ബണ്ടിൽ? കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ബണ്ടിൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ അല്ലേ, അതിനല്ലേ നമ്മൾ ബണ്ടിൽ എന്ന് പറയുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യാണ്. അപ്പോൾ നമ്മളിത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി 2 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 2 കമ്മോഡിറ്റിയെ നോർമലി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 കമ്മോഡിറ്റി നമ്മൾ വാങ്ങിക്കുവാണ്. നമ്മുടെ കയ്യിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പൈസ വെച്ച് നമ്മൾ 2 കമ്മോഡിറ്റി വാങ്ങിക്കാൻ പോവാണ്. ഇപ്പോൾ 2 കമ്മോഡിറ്റി നമുക്ക് പല കോമ്പിനേഷൻസിൽ വാങ്ങിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഈ 100 രൂപ വെച്ചിട്ട് ഞാൻ 2 ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തത് ചോക്ലേറ്റ് എക്സ്, രണ്ടാമത് ചോക്ലേറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് 2 ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോവാണ്. ഇപ്പോൾ 2 ചോക്ലേറ്റ് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ എക്സ് എന്നുള്ളത് 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും എൻ്റെ കയ്യിലെ പൈസ വെച്ചിട്ട്. ഓക്കെ, വൈ എന്നുള്ളത് 3 എണ്ണം വാങ്ങിക്കാൻ പറ്റും എന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ എനിക്ക് വാങ്ങിക്കാം. ഇനി വേണമെങ്കിൽ എക്സ് ഞാൻ 1 വാങ്ങിച്ചിട്ട് വൈ എനിക്ക് 4 എണ്ണം വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എക്സ് 3 എണ്ണം വാങ്ങിക്കുമ്പോൾ വൈ 1 എണ്ണമാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പല രീതിയിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ. ഇതിനൊക്കെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. കൺസംഷൻ ബണ്ടിൽ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ ഒരു ബ്രാക്കറ്റിനകത്ത് 2 ഗുഡ്സിൻ്റെയും ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്ത് കാണിക്കും. അതാണ് ഡിഫറെൻറ്റ് ബണ്ടിൽസ്. അപ്പോൾ ഇത്രയും ബണ്ടിൽസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ റാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, റാങ്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനല്ല ബണ്ടിലിനെയാണ്. അപ്പോൾ ഈ കുറേ ബണ്ടിൽസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഈ ബണ്ടിൽ ഏത് ബണ്ടിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബണ്ടിൽ സെലക്ട് ചെയ്യും? ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വൈ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യും? 1,4 സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിന് റാങ്ക് 1. ഇനി നിങ്ങളോട് രണ്ടാമത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വൈ ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് 2. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ബണ്ടിലായ 1,4 നിന്ന് നിങ്ങൾക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള അനാലിസിസുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, റാങ്ക് ആണ് യൂസ് ചെയ്തത്. പക്ഷെ ഒരു പ്രൊഡക്റ്റിൻ്റെ റാങ്ക് അല്ല, 2 ഗുഡ്സിൻ്റെ ബണ്ടിൽസിൻ്റെ റാങ്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇപ്പോൾ യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. യൂട്ടിലിറ്റി ഇസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇനി യൂട്ടിലിറ്റിയുടെ ഒരു 4 ഫീച്ചേഴ്സ്, 4 സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് യൂട്ടിലിറ്റി എന്താണ്, അത് നമുക്ക് എത്രയാണ് നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ചാണ് യൂട്ടിലിറ്റി വയ്ക്കുന്നത്. ആഗ്രഹം കൂടുതലാണെങ്കിൽ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും, ആഗ്രഹം കുറവാണെങ്കിൽ യൂട്ടിലിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മൾ യൂട്ടിലിറ്റി സബ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി അല്ലേ. യൂട്ടിലിറ്റി സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി വേറൊരു ഇൻഡിവിജ്വലിന് സെയിം പ്രോഡക്റ്റിൽ നിന്ന് കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ സെയിം പേഴ്സൺ ആൻഡ് സെയിം കമ്മോഡിറ്റി ആണെങ്കിലും പ്ലേസ് ആൻഡ് ടൈമിനനുസരിച്ച് യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കാം. ഇനി യൂട്ടിലിറ്റിയെ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റഡി ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. യൂട്ടിലിറ്റി നമുക്ക് സ്റ്റഡി ചെയ്യണം. ബിക്കോസ് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് മെയിൻലി ഇക്കണോമിക്സിൽ 2 പാർട്ടുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞിട്ട്. മൈക്രോയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഓരോ പേഴ്സൺസിന് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയാണ്.
ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കൺസ്യൂമറിനെ പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യണം. അപ്പോൾ കൺസ്യൂമറിനെ പറ്റി എന്തിനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ശരിക്കും ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, കൺസ്യൂമറിന് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ കൺസ്യൂമർ എന്ത് സാധനമായിരിക്കും വാങ്ങിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ എക്കണോമിക്സ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കൺസ്യൂമർ എന്ത് വാങ്ങിക്കും നമുക്കറിയണം. ഇപ്പോൾ കൺസ്യൂമർ ഇപ്പം നമ്മളാണെങ്കിൽ എന്താ വാങ്ങിക്കുക? നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാധനം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വാങ്ങിക്കുന്നത് നമുക്ക് സ്റ്റഡി ചെയ്തേ പറ്റുള്ളൂ. സ്റ്റഡി ചെയ്യണമെങ്കിൽ ഈ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അളന്ന് നോക്കണം. അപ്പം അങ്ങനെ അളന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 മെത്തേഡ്സ് അല്ലെങ്കിൽ 2 അനാലിസിസ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ നമ്മൾ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഈ ഷർട്ട് വാങ്ങിച്ചപ്പം എനിക്ക് 50 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ മെത്തേഡായ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തില്ല, റാങ്ക് കൊടുത്തു. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇതാണ് രണ്ടാമത്തെ ഇഷ്ടം, ഇതാണ് മൂന്നാമത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റാങ്ക് ചെയ്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ റാങ്ക് ചെയ്യുന്ന ഒറ്റൊരു പ്രൊഡക്റ്റിനല്ല, മോർ ദാൻ 1 പ്രൊഡക്റ്റിനെയാണ്, ബണ്ടിലിനെയാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂട്ടിലിറ്റിയെ പറ്റി ഇന്ന് മനസ്സിലായത് അല്ലേ? ഇതിൽ കൂടുതൽ നമുക്ക് യൂട്ടിലിറ്റിയെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാണ്ട് നമ്മൾ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിനകത്ത്. അപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എന്താണ് യൂട്ടിലിറ്റി എന്ന് മനസ്സിലാക്കി, അത് നമ്മൾ മെഷർ ചെയ്യുന്ന മനസ്സിലാക്കി, അത് മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് മനസ്സിലാക്കി. അപ്പം ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.